അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 4-ാം ക്ലാസ്സിലെ കുട്ടികളെ, ചൊവ്വാഴ്ച ഫിഖ്ഹ് പരീക്ഷയാണ്. നിങ്ങൾക്ക് 6 പാഠങ്ങളാണ് ഫിഖ്ഹിൽ നിന്ന് പഠിക്കാനുള്ളത്. 6 പാഠങ്ങളുടെയും റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം നിസ്കാരം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കഴിഞ്ഞ വർഷം വന്ന പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യമായി പഠിക്കേണ്ടത് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ ഡാഷ്. എന്താണ്? തറക്ക സ്വലാത്ത. അപ്പോൾ ഈ അറബി കാണാതെ പഠിക്കുക. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സ്വലാത്ത്. ഇത് പൂരിപ്പിക്കാൻ വരും. രണ്ടാമത്തെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഹിജറ അല്ല നുബുവ്വത്തിൻ്റെ 11-ാം വർഷം. അടുത്ത ചോദ്യം, ഏത് മാസത്തിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്? റജബ് മാസം 27-ാം രാവിലെ. അടുത്തത് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, നിസ്കാരം നിർബന്ധമാവാൻ എത്ര ഷർത്തുകളുണ്ട്? ഉത്തരം 4 ഷർത്തുകളാണ് നിസ്കാരം നിർബന്ധമാകാനുള്ളത്. അല്ലെങ്കിൽ വേറൊരു ചോദ്യം, നിസ്കാരം നിർബന്ധമാവാൻ 4 ഡാഷ്. എന്താണ്? ഷർത്തുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫിഖ്ഹുകൾ മനസ്സിലാക്കി പഠിക്കണം. കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാവാൻ 4 നിബന്ധനകളാണുള്ളത്. ആൾ മുസ്ലിം ആവണം, അല്ലാതെ ഹിന്ദുക്കൾക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പ്രായപൂർത്തിയാവണം, പിന്നെ ബുദ്ധി ഉണ്ടാവുക, പിന്നെ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. അതിൽ നിന്ന് 2 എഴുതാൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ട്, ഇനിയും വരും. അതേപോലെ ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ട് ഇത് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്താണോ കുളി നിർബന്ധമാണുള്ളതാണോ അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ പറയും. അതുകൊണ്ട് എന്തായാലും നിസ്കാരം നിർബന്ധമായുള്ള 4 ഷർത്ത് പഠിച്ചു വെക്കുക. ആദ്യം നമ്മളൊരാൾ മുസ്ലിം ആവണം, മുസ്ലിമേ നിസ്കരിക്കുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ മുസ്ലിം ആവുക. പിന്നെ പ്രായപൂർത്തിയാവണം, ബുദ്ധി ഉണ്ടാവണം, പിന്നെ ഹൈദ്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവണം. ഇനി ഈ പാഠത്തിലെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഏതൊക്കെയാണ്? 15 വയസ്സ് പൂർത്തിയാവുക, മനീ പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക. ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞതാണ്. ബാക്കി 2 ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. 15 വയസ്സ് പൂർത്തിയാവുക, ഹൈദ്, മനീ പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക. റെഡിയല്ലേ? അപ്പോൾ അത് പഠിച്ചു. ഇനി ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, നിസ്കാരം സമയത്തെ വിട്ട് ഡാഷ് പിന്തിക്കാവതല്ല. കണ്ടോ? പിന്തിക്കാവത്. ഇതാണ് കഴിഞ്ഞ വർഷം വന്ന ചോദ്യോത്തരങ്ങൾ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ പാഠത്തിലെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഓരോ പാഠത്തിൻ്റെയും ഈ ചോദ്യോത്തര ഭാഗം നന്നായി പഠിക്കുക. കാരണം അതിൽ നിന്ന് ആണ് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം മുഴുവനും വന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ശരിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം പഠിച്ചു 11. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ 4. ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ്? ഹൈളോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ. പഠിച്ചോ? ഹൈളോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. ആ സമയത്ത് നിസ്കാരം ഖളാ വീട്ടലും പാടില്ലാത്തതാണ്. ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ്? ഹൈളോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കാരം. അടുത്തത് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം? 3 പറഞ്ഞു. 15 വയസ്സ് പൂർത്തിയാവുക, മനീ പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക. അടുത്ത ശരി തെറ്റ് അടയാളപ്പെടുത്താനാണ്. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ, വുളൂ ചെയ്യൽ നിസ്കാരം നിർബന്ധമാണോ? അല്ല. വകതിരിവുണ്ടാവുക, അത് നിസ്കാരം നിർബന്ധമുള്ള ഷർത്താണോ? അല്ല. പിന്നെ മുസ്ലിം ആവുക അത് നിസ്കാരം നിർബന്ധമുള്ള ഷർത്താണോ? ആണ്. പിന്നെ ലഹരി ഉപയോഗിക്കുക, അല്ല. ബുദ്ധി ഉണ്ടാവുക, അപ്പോൾ ഇത് 2 ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം ഇതാ. അതായത് നിസ്കാരത്തിന് 2 കാരണങ്ങളെ കൊണ്ടാണ് നിസ്കാരം ഒഴിവാക്കാനുള്ള 2 കാരണങ്ങൾ. ഏതൊക്കെയാണത്? ഉറക്കം, മറവി എന്നിവയാണ് കാരണങ്ങൾ. സമയത്ത് തൊട്ട് പിന്തിക്കാൻ പാടില്ല, കാരണം കൂടാതെ സമയത്ത് തൊട്ട് പിന്തിക്കാൻ പാടില്ല, അതും പഠിക്കട്ടോ.
നിസ്കാര സമയത്ത് തൊട്ട് പിന്തിക്കാൻ പാടില്ല. എപ്പോ? കാരണം കൂടാതെ. കാരണത്തോടു കൂടിയാണെങ്കിൽ നിസ്കാരം പിന്തിക്കാൻ പറ്റും. അത് എപ്പോഴാണ്? മറവി, ഉറക്കം. ഈ 2 കാരണങ്ങളാണ്. ഖളായാലുടനെ എന്താ ചെയ്യേണ്ടത്? ഡാഷ് ഖളാ വീട്ടണം. ഖളായാലുടനെ ഖളാ വീട്ടണം. പിന്നെ 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സ്. അതൊക്കെ നിങ്ങൾ എപ്പോ മുതൽ പഠിക്കൽ തുടങ്ങിയാണ്. ഹൈദിന്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 9 വയസ്സാണ്. 9 വയസ്സ്. ഹൈദിന്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 9 വയസ്സ്. അപ്പോൾ ഈ പാഠത്തിൽ എല്ലാ പ്രധാനപ്പെട്ടതും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓരോ പാഠത്തിലും കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം പിന്നെ എന്താണ് തൊഹൂറായ വെള്ളം എന്നുള്ളതാണ് വന്നത്. അപ്പോൾ തൊഹൂറായ വെള്ളം എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം. ഇത് കഴിഞ്ഞ വർഷം ഗൾഫിലെ പരീക്ഷയ്ക്ക് വന്നതാണ്. അപ്പോൾ ഈ വർഷം ഒരു പക്ഷേ ഇവിടുത്തെ പരീക്ഷയ്ക്ക് എന്താണ് തൊഹൂറായ വെള്ളം എന്ന് എഴുതാൻ വരും. എങ്ങനെ സ്വയം എഴുതാൻ നോക്കുക. സ്വയം കണ്ടില്ലേ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. പഠിച്ചില്ലേ? കഴിഞ്ഞ വർഷം നമ്മളെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം എന്താണ്? തൊഹൂറായ വെള്ളത്തിന് ഉദാഹരണം എഴുതുക. മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടലിലെ വെള്ളം. ഇതൊക്കെയാണ് എന്ത്? തൊഹൂറായ വെള്ളത്തിന് ഉദാഹരണം. സെറ്റല്ലേ? ഇനി ഈ പാഠത്തിൽ കഴിഞ്ഞ വർഷം ത്വാഹിറായ വെള്ളം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു. എവിടെ? ഗൾഫിലെ പരീക്ഷയ്ക്ക്. അപ്പം എന്താണ് ത്വാഹിറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. അപ്പോൾ അവിടെയോ? നേരത്തെ പഠിച്ചെടുത്തോ? സ്വയം ശുദ്ധിയുള്ള മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. അപ്പോൾ അതും ഇതും തമ്മിൽ ഒന്ന് പറ്റുന്നതും പറ്റാത്ത അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒന്ന് പഠിച്ചാൽ തന്നെ മറ്റതും പഠിച്ചു. റെഡി അല്ലേ? ത്വാഹിർ എന്ന് പറഞ്ഞാൽ പറ്റാത്തത്, തൊഹൂർ പറഞ്ഞാൽ അവസാനം പറ്റുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി ത്വാഹിറായ വെള്ളത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? തേങ്ങാ വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്. നിങ്ങൾക്ക് ഏതോ ഉദാഹരണം ഇതാ. കഴിഞ്ഞ വർഷം ഉദാഹരണമാണ് ചോദിച്ചത്. ഈ വർഷം ഡെഫിനേഷൻ ചോദിക്കാം. ത്വാഹിർ എന്നാൽ എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത കഴിഞ്ഞ വർഷം നജിസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളെ പരീക്ഷയ്ക്ക്? നജിസ് എന്നാൽ എന്ത്? സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഫുള്ള് ഇല്ലാത്തതും പറ്റാത്തതും. പഠിച്ചില്ലേ? സ്വയം ശുദ്ധി ഇല്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും, അത് പറ്റൂല. അങ്ങനത്തെ സാധനമാണ് എന്ത്? നജിസ്. നജിസ് ഉദാഹരണം ഏതാ? മൂത്രം, ലഹരി ദ്രാവകം. ഉദാഹരണം തന്നിട്ട് അത് ഏതിൻ്റെ ഉദാഹരണമാണെന്ന് എഴുതാനുണ്ടാകും കേട്ടോ. അങ്ങനെയും വരും. അതേപോലെ കഴിഞ്ഞ വർഷം വന്ന ഒരു ചോദ്യമാണ് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയുന്നു. എന്താണ് മുസ്താമലായ വെള്ളം എന്നാണ് ചോദ്യം വന്നത്. എന്താണ്? ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്താമൽ എന്ന് പറയുന്നത്. ഇനി ത്വാഹിറായ വെള്ളത്തിന് ഉപയോഗം എന്താ? കുടിക്കുക, ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങൾ. നജിസോ ഉപയോഗിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം കടൽ വെള്ളം ത്വാഹിറാണോ തൊഹൂറാണോ നജിസാണോ? കടൽ വെള്ളം തൊഹൂറാണ്. കള്ളെന്താ? നജിസാണ്. മൂത്രം നജിസാണ്. ജ്യൂസ് ഏതാണ്? ത്വാഹിറാണ്. നാരങ്ങ വെള്ളം ത്വാഹിറാണ്. നമ്മൾ കുടിക്കുന്നത് വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ ധൈര്യമായിട്ട് താഹിർ എന്ന് പറഞ്ഞോളൂ കേട്ടോ. കുടിക്കുന്ന വെള്ളം ഏത് വന്നാലും ത്വാഹിർ എന്ന് പറയാം. ആ ട്രിക്ക് ഓർത്ത് വെക്കുക. പിന്നെ കുടിക്കുന്ന വെള്ളം ഒരിക്കലും തൊഹൂറാവില്ല, അത് മനസ്സിലാക്കുക. തൊഹൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ കിണറിലെ വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, അങ്ങനത്തെ വെള്ളങ്ങളെ എന്താവുള്ളൂ? തൊഹൂറാകുള്ളൂ. പിന്നെ നജിസ് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ തൊഹൂർ, താഹിർ, നജിസ് എഴുതാനാണ്. അടുത്ത യോജിച്ചവ ചേർക്കാനാണ്. തൊഹൂർ കഞ്ഞിവെള്ളം, ലഹരിദ്രാവകം, ഫർദിൽ ഉപയോഗിക്കട്ടുള്ള മഴവെള്ളം. ഏതാണ് തൊഹൂർ? മഴവെള്ളം. ത്വാഹിർ ഏതാ? കഞ്ഞിവെള്ളമാണോ ലഹരിദ്രാവകമാണോ ഫർദിൽ ഉപയോഗിക്കട്ടുള്ളതാണോ? ത്വാഹിർ കഞ്ഞിവെള്ളം. അടുത്ത നജിസ് ഏതാണ്? ലഹരിദ്രാവകം. മുസ്താമൽ ഏതാ? ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. പഠിച്ചില്ലേ? അപ്പം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നിർബന്ധമായി നന്നായി പഠിക്കുക. ഇനി ഈ വർഷത്തെ എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറയുന്നത് തൊഹൂർ എന്നാൽ എന്ത്, താഹിർ എന്നാൽ എന്ത്, ഇത് രണ്ടിൻ്റെയും നിർവചനം എഴുതാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. കാരണം മറ്റു 2 ചോദിച്ചത് കൊണ്ട്. ഓക്കെ. അടുത്ത പാഠം 3 അൻ നജാസാത്തു തത്ഹിറുഹ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നജുസുകൾ എത്ര വിധമാണ്? എത്ര വിധം? 3 വിധം. മാച്ച് ദ ഫോളോയിങ് വരാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം, തെറ്റ് തിരുത്താം, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അടുത്തത് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖഫഫായ നജസ് എന്നാൽ എന്ത്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എന്താണ് മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ? 2 വയസ്സ് തികയാത്ത, പാലല്ലാത്തൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ്. പഠിച്ചില്ലേ?
2 വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് എന്ത്? ലഘുവായ നജസ്. പഠിച്ചല്ലോ. പിന്നെ ഈ പാഠത്തിന് പരീക്ഷയ്ക്ക് വന്നത് മുതവസ്സിത്തായ നജസിന് ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ മുതവസ്സിത്തായ നജസിൻ്റെ ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്തൊക്കെ നജസ് ഉണ്ടോ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ മതി. കാരണം അതൊക്കെ മുതവസ്സിത്തായിരിക്കും. ഈ മുഗല്ലദ് പറഞ്ഞ നായും പന്നി മാത്രമേ അതുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്തെല്ലാം നജസിൻ്റെ പേരറിയാം. മൂത്രം, രക്തം, ചലം, ഛർദി, ഇതൊക്കെ അല്ലേ, ഇതൊക്കെ മുതവസ്സിത്തായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നജസ് ഏതിനുണ്ടാവുക? മുതവസ്സിത്തിനുണ്ടാകുക. മനസ്സിലായ? അപ്പോൾ മലം, മൂത്രം, അതാണ് മുതവസ്സിത്തിനക്ക് ഉദാഹരണം. പിന്നെ ഈ പാഠത്തിന് ചോദ്യം വന്ന് നായ, പന്നി എന്നിവ എന്ത് നജസാണ്? മുഗല്ലദ് എന്നതിന് പറയാം, ഗൗരവമേറിയത്. എന്താണ് അതിൻ്റെ പേര്? മുഗല്ലദ്. പിന്നെ ഈ പാഠത്തിന് ചോദ്യം വന്നത് ഇതാണ്: നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിന്റെ തോൽ ഡാഷ് കൊണ്ട് ശുദ്ധിയാകും. എന്താ ഉത്തരം? ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. പഠിച്ചോ? ഊറക്കിടൽ എങ്ങനെ ഇതൊക്കെ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. പഠിച്ചില്ലേ? പിന്നെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കാം? ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാക്കാം. അടുത്തത് എന്താണ്? ഈ പാഠത്തു നിന്ന് വന്നതാണ് മുതവസ്സിത്തും മുഗല്ലദും വേർതിരിക്കാൻ. നായ ഏതാണ്? മുഗല്ലദാണ്. പന്നി മുഗല്ലദാണ്. മലം മുതവസ്സിത്ത്, മൂത്രം മുതവസ്സിത്ത്, ഛർദിച്ചത് മുതവസ്സിത്ത്, രക്തം മുതവസ്സിത്ത്, ചലം എന്താണ്? മുതവസ്സിത്ത്. അടുത്ത് പന്നി എന്താണ്? മുഗല്ലദ്. മദി മുതവസ്സിത്ത്. 2 വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫ്. വദി മുതവസ്സിത്ത്, ലഹരി ദ്രാവകങ്ങൾ മുതവസ്സിത്ത്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാ ഉണ്ടാവുക നജസ്? മുതവസ്സിത്ത് ഉണ്ടാകുക. ആ ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. മുഖഫഫ് പറഞ്ഞാൽ ആൺകുട്ടീൻ്റെ ആ മൂത്രത്തിന് മാത്രമേ പറയുള്ളൂ. മുഗല്ലദ് പറഞ്ഞാൽ നായും പന്നിയാണ്. അപ്പോൾ അതല്ലാത്ത ബാക്കിയൊക്കെ എന്തായിരിക്കും? മുതവസ്സിത്തായിരിക്കും. ഇനി നമുക്ക് ഈ പാഠത്തിൽ വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങൾ നോക്കാം. മുഖഫഫായ നജസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ഈ പാഠത്തിലെ ചോദ്യം, ഈ മുഖഫഫായ നജസ് ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? നിലത്ത് മൂത്രം പോലെയുള്ള നജസ് ആയാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇത് ഈ മുഖഫഫിൻ്റെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള മൂത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മൊത്തത്തിൽ നജസായാൽ അതെന്താ ചെയ്യേണ്ടത്? ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എപ്പോൾ? ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ. വറ്റിയിട്ടില്ലെങ്കിലോ അത് നീക്കിയ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? വെള്ളം ഒഴിക്കേണ്ടത്. രണ്ടായാലും വെള്ളം ഒഴിക്കുക. ഉണങ്ങിയേക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഉണങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കിയതിന് ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇവിടെ അതല്ല ഞാൻ ചോദിക്കുന്നത്. മുഖഫഫായ നജസ് ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇതതിൻ്റെ ഉത്തരം: മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ടതില്ല. പഠിച്ചോ? മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ടതില്ല. ഇനി മുതവസ്സിത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നജസ് മുതവസ്സിത്ത് ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ നജസും തന്നെ ആയിരിക്കും മുതവസ്സിത്തായിരിക്കും. ശവം, മതി, വതി, ലഹരി ദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം നജസുകൾ. അതിൻ്റെ പേരാണ് ഇടത്തരം നജസുകൾ. ഇനി ഇതുകൊണ്ട് നജസായ എന്താ ചെയ്യേണ്ടത്? നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നവരെ കഴുകണം. പിന്നെ പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. നിറം, മണം എന്നിവ രണ്ടും കൂടിയോ അല്ലെങ്കിൽ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവുന്നതല്ല. എപ്പോഴാണ് ശുദ്ധിയാവാത്തത്? നമ്മൾ കഴുകി അവസാനം നജസിൻ്റെ നിറം അവിടെ ബാക്കിയുണ്ട്, പിന്നെ മണക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ കഴുകിയത് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ശുദ്ധിയാവുമോ? ഇല്ല. അതേപോലെ തന്നെ രണ്ടും കൂടി അല്ലെങ്കിൽ രുചി മാത്രമുണ്ട്, അതായത് നജസ് ആയ സ്ഥലത്ത് തൊട്ട് നോക്കുമ്പോൾ അവിടെ നജസിൻ്റെ രുചിയുണ്ട്, അപ്പോഴും അതെന്ത് തന്നെയാണ്? അത് പറ്റൂല, അത് നജസ് ശുദ്ധിയായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ മുഗല്ലദിൻ്റെ അർത്ഥം എന്താണ്? ഗൗരവമായ നജസുകൾ. എങ്ങനെയാണ് മുഗല്ലദായ നജസ് ശുദ്ധിയാക്കേണ്ടത്? 7 പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം.
അതൊക്കെ പഠിച്ചു. ഇനി 200 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കുല്ലത്ത്. 2 കുല്ലത്ത് 200 ലിറ്റർ. കുറവുള്ള വെള്ളത്തിൽ നജസായ വസ്തു ഇട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത്. ഏതിന്മേൽ? കുറഞ്ഞ വെള്ളത്തിൽ, അഥവാ 200 ലിറ്റർ താഴെയുള്ള വെള്ളത്തിൽ. പഠിച്ചല്ലോ. പിന്നെ ഇവിടെ നമുക്ക് ശുദ്ധീകരിക്കുന്ന രൂപം വിവരിക്കാൻ പറയുന്നുണ്ട്. മുഗല്ലദ് കൊണ്ട് നജസായാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? 7 പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അതാണ് മുഗല്ലദിൻ്റെ ഉത്തരം. അടുത്ത ഞാൻ പറഞ്ഞു ചോദ്യോത്തരങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇത് നന്നായി പഠിക്കണം. മുത്തവസ്സിത്ത് കൊണ്ട് നജസായാൽ, അഥവാ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മുത്തവസ്സിത്താണ്. നമ്മൾ പറയുന്ന ഈ രക്തം, ചലം, ഛർദി ഒക്കെ മുത്തവസ്സിത്ത. ഈ മുത്തവസ്സിത്തായ നജസ് ശുദ്ധിയാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. അടുത്ത മുഖഫഫ് ശുദ്ധീകരിക്കണം. എന്താ മതി? വെള്ളം അതിനേക്കാൾ കുടഞ്ഞാൽ മതി അല്ലേ? എന്താണ്? മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. പഠിച്ചോ? അടുത്തത് ഉത്തരം പറയാം. ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷം ചോദ്യം വന്നിട്ടുണ്ട്. നന്നായി പഠിച്ചോളൂ. വീട്ടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? വറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വറ്റിയിട്ടില്ലെങ്കിൽ, അങ്ങനെ പറയണ്ടേ, വറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്ത് വെള്ളം ഒഴിച്ചാൽ മതി. മനസ്സിലായല്ലോ? വറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കം ചെയ്തതിന് വെള്ളം ഒഴിച്ചാൽ മതി. അടുത്ത പാലല്ലാതൊന്നും ഭക്ഷിക്കാത്ത 1 മാസം പ്രായമായ ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കും? വെരി സിമ്പിൾ. മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടയും. അങ്ങനെയല്ല പഠിച്ചേ? മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടയും. അങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്. അടുത്തത് വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കും? ആരെന്ന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞില്ലേ? അടുത്ത് പാമ്പിൻ്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കും? എന്താണ് നമ്മൾ പറഞ്ഞത്? നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കടൽ കൊണ്ട് ശുദ്ധിയാകും. അപ്പോൾ നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പാമ്പ് ചത്തെടുക്കുന്നുണ്ട്. ചത്തെടുക്കുന്ന പാമ്പിൻ്റെ തോല് എന്ത് ചെയ്യുക? നമ്മൾ ഊറക്കിടുക. എന്നാൽ എന്താവും? പാമ്പിൻ്റെ തോല് ശുദ്ധിയാകും. അപ്പോൾ പാമ്പിൻ്റെ തോല് ശുദ്ധിയാകുന്ന എങ്ങനെ മനസ്സിലായല്ലോ? അത് പൊരിച്ചാനല്ല കേട്ടോ. ആരും ഇപ്പോൾ ചിന്തിക്കണ്ട. ഈ പാമ്പിൻ്റെ തോല് ഇപ്പോൾ എന്തിനാ പറ്റിയെന്ന് എല്ലാവരും ആലോചിക്കണേ. പാമ്പിൻ്റെ തോലുകൊണ്ട് പല പരിപാടിയുണ്ട്. മനസ്സിലായില്ലേ? ഇനി 2 കുല്ലത്ത് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 200 ലിറ്ററാണ് എന്ന് പറയുക. പിന്നെ നമ്മൾ അൽ ഇസ്തിൻജാഉ എന്നുള്ള പാഠം നോക്കാം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ വർഷം വന്ന് എന്താണ് ഇസ്തിൻജാ? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാ അറിയുക. പിന്നെ കഴിഞ്ഞ വർഷം ചോദ്യം വന്നത് എന്താണ്? ഇസ്തിൻജാവിൻ്റെ മലയാളം എന്താണ്? അതിൻ്റെ അർത്ഥം ശൗചം ചെയ്യൽ. പഠിച്ചില്ല? അപ്പോൾ ഇസ്തിൻജാ എന്താണ്? ശൗചം ചെയ്യൽ അതിൻ്റെ മലയാളമാണ്. അത് പഠിച്ചു. ഇസ്തിൻജാ കാരണം എന്താ? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം കഴുകണം. ഇതിനാണ് ഇസ്തിൻജാ എന്ന് പറയും. അടുത്തത് ഈ പാഠത്ത് നിന്ന് വന്നത് എന്താണ്? ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ. അതല്ല, ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് ഏത്? ഹറാമായ, അഥവാ അതുകൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്, അങ്ങനത്തെ വസ്തുക്കളെ പേരെഴുതാനാണ് വന്നത്. അപ്പം എന്തൊക്കെയുള്ളത്? ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, എല്ല്. അങ്ങനെ ചോദ്യം വന്നത്. പിന്നെ ഈ പാഠത്തുനിന്ന് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം ഇതാണ്. ഇവിടെ 2-3 രൂപത്തിൽ ചോദ്യം വരും. അങ്ങനെ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ എപ്പോൾ? ഫസ്റ്റ് ചോദ്യം പിടിച്ചു. എന്താ ഉത്തരം? നജിസ് ഉണങ്ങി, മൂത്രയിക്കുന്ന സാമാനത്തിൽ നിന്നുള്ള നജിസ് ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ അവിടെ എന്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ? വെള്ളം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം ആ കല്ല് അവിടെ വരച്ചിട്ട് നമ്മൾ കല്ലുകൊണ്ട് തടവണം എന്നല്ല പറഞ്ഞത്. ആ കല്ല് തടവിയിട്ട് എന്താ കാര്യം? അവിടെ നജിസ് ഇല്ലല്ലോ. നജിസ് ഉണങ്ങിപ്പോയില്ലേ? അതാ പറഞ്ഞത്. നജിസ് ഉണങ്ങിയാൽ എന്താ ചെയ്യുക? വെള്ളം കൊണ്ട് മാത്രമേ കഴുകാൻ പറ്റൂ. അത് പിടിച്ചു. പിന്നെന്താണ്? ഇങ്ങനെ ചോദ്യം വന്നു. എന്താ? വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. വേറൊരു ചോദ്യം എന്താണ്? കാരണമില്ലാതെ വലതു കൈ കൊണ്ട് ശൗചം ചെയ്യണതിന്റെ വിധി എന്താണ്? കറാഹത്ത്. ഒരാളെ കൈ ഒടിഞ്ഞു, വലത് കൈ ഒടിഞ്ഞു, അല്ല ഇടത് കൈ ഒടിഞ്ഞു. അപ്പോൾ പിന്നെ വലത് കൈ കൊണ്ടല്ല പിന്നെ എന്താ ചെയ്യുക? അവിടെ കറാഹത്തില്ല. പിന്നെ എപ്പോഴാ കറാഹത്ത്? അതിന് കഴിയാതിരിക്കുമ്പോൾ. മനസ്സിലായോ? കാരണമില്ലാതെ വലത് കൈ കൊണ്ട് ശൗചം ചെയ്യൽ എന്താണ്? കറാഹത്താണ്. ഇനി ഇസ്തിൻജാവിൻ്റെ, അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷം വന്നത്. ഇനി നമ്മൾ മറ്റുള്ള പ്രധാനപ്പെട്ട കൂടി നോക്കാൻ പോവാണ്.
ശൗചം ചെയ്യലിൻ്റെ അർത്ഥം പഠിച്ചല്ലോ, അതൊക്കെ പഠിച്ചു. ഇനി ശൗചം ചെയ്യുന്നത് വിധി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇസ്തിൻജാ എന്നാൽ എന്ത് പഠിച്ചു. ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം പഠിച്ചു വെച്ചോളൂ. ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം. അതാ ഇവിടെ ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ. തൊഹൂറായ വെള്ളം, കണ്ട തൊഹൂറായ വെള്ളം. അടുത്ത നജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്. അടുത്ത ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ പഠിച്ചു വെച്ചോ. തൊഹൂറായ വെള്ളം, നജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ലായിരിക്കണം, ടിഷ്യൂ പേപ്പർ പോലെയുള്ളവായിരിക്കണം. അടുത്തത് ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം. മനോഹരം ചെയ്യാൻ പാടില്ല 3 വസ്തുക്കളാണ്. ഒന്ന് നമ്മൾ തിന്നുന്ന ചോറ്, ഭക്ഷ്യവസ്തുക്കൾ. മറ്റൊന്ന് എല്ല്, പിന്നെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ. മനസ്സിലായി? ഇതിലിപ്പോൾ ഒന്നേ പഠിക്കണം, ബാക്കി 2 നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതായത് ഭക്ഷ്യവസ്തുക്കൾ പറഞ്ഞാൽ എന്താണ്, ഫുഡ്. എല്ല് പറഞ്ഞാലും ഫുഡുമായി ബന്ധപ്പെട്ടല്ല. അപ്പോൾ 2 ഫുഡുമായി ബന്ധപ്പെട്ടതും 1 ഫുഡുമായി ബന്ധപ്പെടാത്തതും. അങ്ങനെ പഠിച്ചാൽ ഓർമ്മ വെച്ചാൽ മതി. അപ്പോൾ ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഏതാന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്തെന്താ, ശൗചം ചെയ്യുന്നതിൻ്റെ വിധി പറയാനാണ്. കണ്ടോ, പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. ഇതാ, പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബ്, നനവില്ലെങ്കിൽ സുന്നത്ത്, കാറ്റാണെങ്കിൽ കറാഹത്ത്. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കഴുകാൻ പോകാൻ പാടില്ല. എന്തിന്, നമ്മളെ കാറ്റ് വിട്ടാൽ കാറ്റ് വിടൂലേ, അങ്ങനെ കാറ്റ് വിട്ടാൽ കറാഹത്താണ്. അതിനൊക്കെ പോയി കഴുകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ നിന്ന് എണീക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ കറാഹത്ത്. നനവുള്ള നജിസാണെങ്കിലോ ഒരു സംശയം വേണ്ട, എന്താണ്, നിർബന്ധമാണ് അല്ലേ. പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബാണ്. അടുത്തത് നനവില്ലെങ്കിൽ സുന്നത്താണ്. ഭക്ഷ്യവസ്തു കൊണ്ട് ഹറാമാണ്, വലത് കൈ കൊണ്ട് കറാഹത്താണ്. പഠിച്ചോ. ഇതാണ് അടുത്ത വിധികൾ. അടുത്ത വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം. വെള്ളം തൊഹൂറായിരിക്കണം. കണ്ടോ, തൊഹൂറായ വെള്ളം. അടുത്തത് കല്ലു ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളവയായിരിക്കണം. അപ്പോൾ നജിസിനെ വലിച്ചെടുക്കുന്നതും ശുദ്ധിയുള്ളത്, 2 കാര്യങ്ങളാണ്. നജിസിനെ വലിച്ചെടുക്കുക, ശുദ്ധി ഉണ്ടാവുക. അടുത്ത വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ എപ്പോൾ. ആ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എന്താണ്, നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ. കേട്ടോ, പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. നജിസ് ഉണങ്ങിയിട്ട് ഈ വർഷം വരാൻ സാധ്യതയുണ്ട്, നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ. അടുത്ത് ശുദ്ധിയാക്കുന്നത് വരെ തടവണം എപ്പോൾ. ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ശുദ്ധിയാകുന്നവരെ തടവണം. അടുത്തത് അല്ലാഹുമ്മ തഖീർ ഖൽബിന്റെ അർത്ഥം ഇതാനാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. അല്ലാഹുമ്മ തഖീർ ഖൽബി ഇതെപ്പോൾ ചെല്ലേണ്ടാണ്, ഇസ്തിൻജാന് ശേഷം ചെല്ലാനുള്ളതാണ്. എപ്പോൾ, മനോഹരം ചെയ്തതിന് ശേഷം, ശൗചം ചെയ്തതിന് ശേഷം, മൂത്രമൊഴിക്കാൻ പോയി കഴുകിയതിന് ശേഷം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കക്കൂസ് എന്ന് അള്ളാഹിൻ്റെ പേരൊന്നും പറയാൻ പാടില്ല. പിന്നെ എന്താ ഉസ്താദ് ഈ പറയണത്, അതെന്താ സംഭവം എന്നറിയോ. ടോയ്ലറ്റിൽ നിന്ന് പറയാൻ പാടില്ല, ശരി തന്നെ. അപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇത് ചെല്ലുക. അപ്പോൾ അവിടെ പ്രശ്നമായല്ലോ, ട്രാഫിക് ബ്ലോക്ക് വന്നല്ലോ. എന്താണ്, നമ്മൾ ഉഫ്രാനക്ക് അൽഹംദുലില്ലാ ഇല്ലതി എന്നുള്ളത് ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ചെല്ലണ്ടല്ലേ. അപ്പോൾ ഇതും ചെല്ലണം. അപ്പോൾ ആദ്യം ആരും ചെല്ലണം, അടിയായി. മറുപടി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ അല്ലാഹുമ്മ തഖീർ ഖൽബി നിഫാക്കി ചെല്ലുക. ശൗചം ചെയ്തതിന് ശേഷം നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ചെല്ലാൻ പറ്റുള്ളൂ. അല്ലാഹുമ്മ തഖീർ ഖൽബി ചെല്ലുക. അത് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഗുഫ്രാനക അൽഹംദുലില്ലാ ഇല്ലതീൻ ചൊല്ലുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളിൽ പറയാതെ പോയ വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ശൗചം ചെയ്യുന്നതിന് വിധി പഠിച്ചല്ലോ. പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബാണ്, നനവില്ലെങ്കിൽ സുന്നത്ത്, കാറ്റാണെങ്കിൽ കറാഹത്ത്. പഠിച്ചില്ലേ? നനവില്ലെങ്കിൽ സുന്നത്ത്, കാറ്റാണെങ്കിൽ കറാഹത്ത്, കാറ്റ് കറാഹത്ത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നനവില്ലെങ്കിൽ സുന്നത്ത്. അത് സെറ്റായില്ലേ? പിന്നെ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യം ചോദിച്ചപ്പെടുന്നത് എന്ത്, എല്ല് ഭക്ഷ്യവസ്തു, ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ. ഇത് പല രൂപത്തിൽ ചോദ്യം ചോദിക്കും. ചിലപ്പോൾ തെറ്റിതിരുത്താനാവാം, ചിലപ്പോൾ പൂരിപ്പിക്കാനാവാം, അങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും വിട്ടുകൊടുക്കരുത്. ചോദ്യം ഹറാമാണെന്ന സാധനങ്ങൾ 3 എണ്ണം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 5ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. എന്താ 5ാമത്തെ പാഠത്തിൻ്റെ പേര്? ഫുറൂദുൽ വുളൂഇന്റെ ഫർളു. ഈ പാഠത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്
വുളുവിന്റെ ഫർള് എത്രയാണ്? അതാ ചോദ്യം വന്നത്. എത്രയാണ്? 6. മറ്റൊന്നൊരു ചോദ്യം വന്ന് നിയ്യത്ത് പറയൽ സുന്നത്താണ്. നിയ്യത്ത് പറയൽ ഫർളാണോ? അല്ല, തെറ്റ് തിരുത്താൻ വരും. നിയ്യത്ത് പറയൽ ഡാഷാണ്, സുന്നത്താണ്. പറയലാട്ടോ. അടുത്തത് ഈ പാഠത്തിന് പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, തല അല്പം തടവുക നിസ്കാരത്തിന്റെ സുന്നത്താണ്. ശരിയാണോ? അല്ല, ഫർളാണ്. തല അല്പം തടവുക ഫർളാണ്. പിന്നെ ഈ പാഠത്തിന് ചോദ്യം വന്നെന്താ? ബാങ്ക് വിളിക്കാൻ കുളിക്കൽ നിർബന്ധമാണ്. വേണോ? വേണ്ട. ബാങ്ക് കുളിക്കാൻ വുളൂ ചെയ്യൽ സുന്നത്താണ്. ഇത്രയും ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത്. ഇനി നമ്മൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത് നോക്കാം. ഒന്നാമത്തെ നോക്കുക, എന്ത് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ ഡാർക്ക് എഴുതിയ വുളുവിന്റെ ഫർളുകൾ 6 അതൊന്ന് പഠിക്കണം. 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ, 3 വുളുണ്ടാക്കാൻ എല്ലാവർക്കും അറിയണം. 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ, 3 എന്താണ്? 2 കൈയും മുട്ടുൾപ്പെടെ കഴുകൽ, 4 തല അല്പം തടവൽ, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 തർത്തീബ്. അപ്പൊ ഈ കർമ്മം എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇവിടെ കൂടുതൽ കാര്യങ്ങളുണ്ട്. വുളു എടുക്കേണ്ട സുന്നത്തായ കാര്യം, ഖുർആൻ ഓതാ വുളു എടുക്കണം, ബാങ്ക് വിളിക്കാൻ വുളു എടുക്കണം, ഖബർ സിയാറത്ത് ചെയ്യാൻ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ എന്ത് സുന്നത്താണ്? വുളു എടുക്കല് സുന്നത്താണ്. ഇവിടെ വേറൊന്നുണ്ട്, വുളുവിന്റെ നിയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. ഇതല്ല, ഏതാ ശരി? ലഭിക്കുന്നതാണ്. അപ്പൊ വുളു എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റ തുള്ളൽ കുളത്തിലേക്ക്, എന്നിട്ട് കുളത്തിൽ നിന്ന് മുങ്ങിയിട്ടാണ് പൊന്തി. എന്നാ അവൻ എന്ത് കിട്ടി? വുളു കിട്ടി. എത്ര സിമ്പിൾ ആണല്ലേ? അപ്പൊ അത് പഠിച്ചു. സൂക്ഷിച്ച് കഴുകേണ്ടതൊക്കെയാണ്? കാലിലെ വിള്ളൽ, മടമ്പ് മുതലായവ സൂക്ഷിച്ച് കഴുകണം. പഠിച്ചില്ലേ? അവിടെ തലയുടെ അതിർത്തിക്കുള്ളിലുള്ള മുടിയിലോ തൊലിയിലോ തടവണം. തലയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിലോ തൊലിയിലോ തടവിയാൽ മതിയാവില്ല. തല തടവുന്നോടത്ത് പഠിക്കേണ്ടതാണത്. അടുത്ത് മുഖം കഴുകുക. ശരിയും തെറ്റേതാണ്. കാല് കഴുകിയതിന് ശേഷം കൈ രണ്ടും കഴുകുക. ഇതേത് ജപ്പാനിലെ ഒതുവാണ്? അങ്ങനെ ഉണ്ടോ? ഇല്ല, തെറ്റാണ്. അടുത്ത് 2 ചെവി തടവിയതിന് ശേഷം കാൽ കഴുകുക. അത് ശരി തന്നെ. അടുത്ത് മുഖം അല്പം കയറ്റി കഴുകുന്നു. അത് നല്ല തന്നെ. ഇടത് കൈ ആദ്യം കഴുകുന്നു. ഇവന ഇടവനാ? അല്ല, ആദ്യം വലത് കൈ. അപ്പൊ തെറ്റാണ്. അടുത്ത് മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം നിയ്യത്ത് വെക്കുന്നു. അതല്ലല്ലോ, മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ വെക്കണം. അതിർത്തിയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളിൽ മാത്രം തടവുന്നു. അവിടെ മാത്രം തടവിയാൽ ശരിയാവോ? അതിർത്തി പറഞ്ഞാൽ ഏതിന്റെ അതിർത്തിയാണ്? നമ്മളെ തലയുടെ അതിർത്തി. നമ്മളെ തല നമ്മൾ കണ്ടിട്ടില്ലേ? മുടി വരുന്ന സ്ഥലം. അത്രയും സ്ഥലം അല്ലാത്ത കുറെ താഴേക്ക് മുടി നീണ്ടു കിടക്കുന്ന അവിടെ തൊട്ടാവും. അല്ല, അവിടെ തൊട്ടാൽ അവിടെ തടവിയാൽ എന്താവില്ല? മതിയാകൂല. നിയ്യത്ത് പറയുക മാത്രം ചെയ്യുന്നു. അതും തെറ്റാണ്. അടുത്ത തെറ്റുകൾ ശരിയാക്കാനാണ്. നീ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമാണ്. വേണോ? വേണ്ടല്ല. ഖുർആൻ ഓതാൻ വുളു നിർബന്ധമാണോ? വേണ്ട. അപ്പൊ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമില്ല എന്നുള്ളതാണ് ശരി. അപ്പൊ ഖുർആൻ ഓതാൻ വുളു സുന്നത്താണെന്ന് എഴുതാൻ പറ്റും. ഖുർആൻ ഓതാൻ വുളു സുന്നത്താണ്. പിന്നെ അടുത്ത് നിയ്യത്തില്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. നിയ്യത്തില്ലാതെ മുങ്ങിയാൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ തെറ്റാണ്. എന്താണ്? നിയ്യത്തോട് കൂടി മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. അങ്ങനെ ഇത്. അടുത്ത മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ വുളുവിന്റെ ഫർദിൽ പെട്ടതാണ്. അയ്യയ്യേ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി വുളുവിന്റെ എന്താണ്? സുന്നത്തിൽ പെട്ടതാണ്. അടുത്ത വേർതിരിച്ച് ചെയ്താണ്. കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെ? പറ. കഴുകൽ നിർബന്ധമായ മുഖം നമ്മൾ കഴുകലല്ലേ? അപ്പൊ മുഖമുണ്ട്. 2 കൈയും കഴുകലല്ലേ? ആണ്. 2 കാലും കഴുകല. അപ്പോൾ മുഖം, കൈ, കാലുകൾ. പഠിച്ചില്ലേ? അടുത്ത് തടവേണ്ട അവയവങ്ങൾ 2 തലയും ചെവിയും. 3 2 5 അവയവങ്ങളായി. അത് ലാസ്റ്റ് പാഠം. ലാസ്റ്റ് പാഠം അൽ ഗുസ്ലു, കുളി. ഫസ്റ്റ് ചോദ്യം, എന്താണ് കുളി? എന്താണ് കുളി? എന്താണ് കുളി? നിയ്യത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. പഠിച്ചില്ലേ? നിയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. അതാണ് ഒരു പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതെല്ലാം? 2 എഴുതുക. അപ്പൊ എന്തൊക്കെയാണ്? 6 ഉണ്ട് ഇവിടെ. അല്ല, 5 ഉണ്ട്. മനി പുറപ്പെടുക, ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക, ഹൈദ് രക്തം മുറിയുക, നിഫാസ് പ്രസവ രക്തം മുറിയുക, പ്രസവിക്കുക. അത് നന്നായി പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം വരും. പിന്നെ ഇവിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഹൈദിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? 9 വയസ്സ്. ഇനി ഇവിടെ വന്ന് ചുരുങ്ങിയ നിഫാസിന്റെ സമയം എത്ര? ചുരുങ്ങിയ നിഫാസിന്റെ സമയം അല്പസമയം.
അടുത്തത് ഈ പരീക്ഷയ്ക്ക് ഈ പാഠത്തുനിന്ന് വേറെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ നോക്കുക, കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കി വെക്കുക. എന്താ? നിയത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളിയോ പഠിച്ചല്ലോ. പിന്നെ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എത്രയാണ്? 5 ഒന്ന് പ്രസവിക്കൽ, ഹൈദരക്തം, മുറിയൽ, നിഫാസിൽ. ഇത് ഫുള്ള് 3 പെണ്ണുങ്ങൾക്കാണ്. ഇത് 3 പെണ്ണുങ്ങൾക്കാണല്ലോ. അത് പെണ്ണുങ്ങൾക്ക് റിസർവേഷനാണ്, നമ്മൾ നോക്കണ്ട. പിന്നെ മനി പുറപ്പെടുക, ലിംഗത്തിന്റെ അഗ്രം ഫർജിൽ കടക്കുക. ബാക്കി 3 പെണ്ണുങ്ങളുടെ കാര്യമാണ് ആലോചിച്ചാൽ മതി. ഹൈദരക്തം മുറിയുക, നിഫാസ് രക്തം മുറിയുക, പ്രസവിക്കുക. പെണ്ണുങ്ങൾ പ്രസവിക്കല്ല, അപ്പോൾ ആദ്യം ഓർമ്മിക്കുക, പ്രസവിക്കുക. പിന്നെ ഹയലിന്റെ 3 കണക്ക് പറയണം. എന്താണ് ഹയല്? സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം. പഠിച്ചില്ലേ? ഏകദേശം 9 വയസ്സ് മുതൽ ഹയൽ ഉണ്ടാകുന്നതാണ്. ചുരുങ്ങിയത് 1 ദിവസം, സാധാരണ 6 ദിവസം, മാക്സിമം 15. അപ്പോൾ 24, പിന്നെ 6, 7, 15. 1 ദിവസം അവിടെ എഴുതിക്കണം. 1 ദിവസം, 6, 7 ദിവസം, 67 കേട്ടോ. 6, 7 ദിവസം, 15 ദിവസം. ചുരുങ്ങിയത് 1 ദിവസം, സാധാരണ 6, 7, മാക്സിമം 15 ദിവസം. ഇവിടെ അതേപോലെ കണക്കുണ്ട്. എന്താ? ചുരുങ്ങിയത് 1 സെക്കൻഡ്, പിന്നെ സാധാരണ 40, കൂടിയാൽ 60 സെക്കൻഡ്. അതിനാണ് ഇവിടെ എഴുതി വെച്ച്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം. കുളിയുടെ സുന്നത്തുകളൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. തുടക്കത്തിൽ ബിസ്മില്ലുക, അങ്ങനെയൊക്കെ. കുളി എപ്പോഴൊക്കെ? കുളിക്കൽ സുന്നത്തായ സമയം 2 പെരുന്നാളിന്, ജുമാക്ക്, റമദാനിലെ എല്ലാ രാത്രികളും. ശരീരത്തിലെ അഴുക്കുകളും മോശം വാസന നീക്കാൻ കുളി സുന്നത്താണ്. അടുത്ത് നോക്കാം. ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ കുളിക്കണോ? ഉളു കൊടുക്കണം. മനി പുറപ്പെട്ടാൽ കുളിക്കണം. ഹയൽ അവസാനിച്ചാൽ കുളിക്കണം. കീഴ്വായി പോയതിനു ശേഷം നിസ്കരിക്കാൻ ഉളു ചെയ്യണം. അടുത്ത ഹയലിന്റെ ഉത്തരം എന്താ? സാധാരണ 6, 7 ദിവസം. പിന്നെ നിഫാസ് ആണെങ്കിലോ സാധാരണ 40 ദിവസം. കുളിയുടെ ഫർളുകൾ 2 ഉള്ളൂ. ഉളുവിന്റെ ഫർളുകൾ 6 ഉണ്ട്. പിന്നെ വലിയ അശുദ്ധിയോ? മനി പുറപ്പെടൽ. ചെറിയ അശുദ്ധി ഉണ്ടാകുന്നത് മൂത്രിച്ചാൽ. അടുത്ത ആലോചിച്ച് പറയാം. ഒരു ശേഷം ചെല്ലേണ്ടത്. അടുത്ത ഉത്തരം പറയാം. കുളി എന്നാൽ എന്ത്? പഠിച്ചില്ലേ? പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചോ. നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളമൊലിപ്പിക്കലാണ് കുളി. അടുത്തത് കുളിയുടെ നിയ്യത്ത് ഏതാകുന്നു? എന്താ കുളിന്റെ നിയ്യത്ത്? കുളി എന്ന ഫർദിനെ വീട്ടുന്നു, ജനാബത്തിനെ കുളിക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏവാ? കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പെരുന്നാൾ ആലോചിച്ചാൽ മതി. പെരുന്നാക്കൾ നമ്മൾ കാര്യമായിട്ട് കുളിക്കുക. 2 പെരുന്നാൾ, പിന്നെ ജുമ, അങ്ങനെ. കുളിയുടെ സുന്നത്തുകൾ 4. കുളിയുടെ ഷർത്തുകൾ ഏതെല്ലാം? അപ്പോൾ കുളിയുടെ ഷർത്ത് പറഞ്ഞാൽ ഉളുവിൻ്റെ ഷർത്തുകൾ തന്നെയാണ് കുളിയുടെ ഷർത്ത്. പിന്നെ ഇവിടെ ചോദ്യം എന്താണ്? കുളിയുടെ സുന്നത്തുകൾ. കുളിയുടെ ഫർളുകൾ എന്തൊക്കെയാണ്? കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന്, വലിയ അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത്. 2 ശരീരം മുഴുവൻ വെള്ളം ചേർക്കുക. ഉളുവിൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താണ്. കണ്ട ഉളുവിൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താണ്. അടുത്ത കുളിയുടെ ചില സുന്നത്തുകൾ എന്തൊക്കെയാ? തുടക്കത്തിൽ ബിസ്മില്ലുക, ശരീരത്തിൽ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, കുളിയുടെ മുമ്പായി ഉദു ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. അടുത്തത് കുളി സുന്നത്തായ സമയം 2 പെരുന്നാൾ, ജുമ എന്നിവക്കും റമദാൻ എല്ലാ രാത്രികളും ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാൻ കുളി സുന്നത്താണ്. പഠിച്ചില്ലേ? അപ്പോൾ 6 പാഠം ഇൻഷാ അല്ലാഹ് നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അല്ലാഹു നല്ല ഫിഖ്, നല്ല എളുപ്പമുള്ള പരീക്ഷ ആക്കി തരുമാറാട്ടെ. അസ്സലാമു അലൈക്കും.